Hi, hello friends. This is my 14th class. I think so. Yes. Now, today I am going to teach you about some words. ശ്രദ്ധിച്ച് കേൾക്കുക. ഇംഗ്ലീഷ് വാക്കുകളുടെ കളിയാണ്. ചില വേർഡ്സാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പറയുന്നു ഷെഡ്യൂൾഡ്. ഷെഡ്യൂൾഡ് പറഞ്ഞാൽ ലിസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ടൈം ടേബിൾ. ഷെഡ്യൂൾഡ്. ഓക്കെ. ഓറൽ സ്പോക്കൺ, നോട്ട് റിട്ടൺ. ഓറലായിട്ട്, നോട്ട് റിട്ടൺ. ഓക്കെ. ഫ്രീക്വൻറ്റ്, ക്വൈറ്റ് ഓഫൺ. ഫ്രീക്വൻറ്റ് പറഞ്ഞാൽ ക്വൈറ്റ് ഓഫൺ. ഇൻകൺവീനിയൻസ്, ഡിസ്കംഫർട്ട്. ഓക്കെ. ഇനി ബിയർ വിത്ത്, ടു ബി പേഷ്യൻറ്റ് വിത്ത്. ഷീ ഈസ് ബിയറിങ് വിത്ത് ഹർ മദർ ഇൻ ലോ. അവൾ പറയും അമ്മായി അമ്മയെ സഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓർ ഷീ ഈസ് ബിയറിങ് വിത്ത് ഹർ ഹസ്ബൻഡ്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ സഹിക്കുക, ബിയറിങ് വിത്ത്. ഇപ്പോൾ ഈ വാക്കുകൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. നമ്മളിത് കുറച്ച് വാക്കുകളാണ് എടുത്തിരിക്കുന്നത്. ഷെഡ്യൂൾഡ്, ഓറൽ, ഫ്രീക്വൻറ്റ്, ഇൻകൺവീനിയൻസ്, ബിയർ വിത്ത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക? നമ്മളിന്ന് എടുക്കാൻ പോണത് ഇൻഫർമേഷൻ. വാട്ട് ഈസ് ഇൻഫർമേഷൻ? നമ്മൾ സ്ഥലത്ത് പോയാൽ നമുക്ക് ഇൻഫർമേഷൻ അറിയണം. എന്താണ്, എവിടേക്കാണ് പോകണം, എന്താണ് ഇവിടെ, എവിടേക്ക് എപ്പോഴാണ് ട്രെയിന്, അല്ലേ, എത്ര രൂപ വരും ടിക്കറ്റ് എന്നൊക്കെ നമുക്കത് അറിയണം. അപ്പോൾ വാട്ട് ടൈം ദ ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ് എക്സ്പെക്റ്റഡ് എന്ന് ചോദിക്കണം. ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ് എപ്പോഴാണ് വരിക? ഓർ വാട്ട് ടൈം ദ പളനി എക്സ്പ്രസ് എക്സ്പെക്റ്റഡ്? വെൻ എക്സാക്ട്ലി വിൽ ദ ട്രെയിൻ അറൈവ്? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മൾ കണ്ടിട്ടുണ്ട് എൻക്വയറി. ഓക്കെ. ബാങ്കിൽ പോയ എൻക്വയറി, അല്ലേ, എവിടെ ലോൺ അടയ്ക്കേണ്ടത്, എവിടെയാണ് പൈസ അടയ്ക്കേണ്ടത്, ഇതൊക്കെ എൻക്വയറി. ഓക്കെ. ഡു യു മേക്ക് ഓൺലി ഓറൽ അനൗൺസ്മെൻറ്റ്സ്? ഓറൽ അനൗൺസ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഹാവ് യു തോട്ട് ഓഫ് ദാറ്റ്? അതായത് നമ്മൾ ഇൻഫർമേഷൻ നമുക്കിത് ചോദിക്കാൻ അറിയണം. ഓക്കെ. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ദ മോസ്റ്റ് കോമൺ മീൻസ് ടു ആസ്ക് ഫോർ ഇൻഫർമേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ഇൻഫർമേഷൻസ് ഇത് വരിക? വാട്ട്, വെൻ, വെയർ. ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷിൽ മെയിനായിട്ട് അതാണ്. ഇൻഫർമേഷൻസ് എവിടെയാണ്, എന്താണ്, അല്ലെങ്കിൽ ഡു, ഇസ്, ഹാവ്, ഇതൊക്കെയാണ് ഇൻഫർമേഷൻസ് വരിക. ഓക്കെ. വാട്ട് ആർ യു റീഡിങ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദസ് മെയ്ഡ് ഓഫ്. ഓക്കെ. ഇൻഫർമേഷൻ, ഇൻഫർമേറ്റീവ്. വെൻ വിൽ ദ ട്രെയിൻ അറൈവ്? വേർ ആർ യു ഗോയിങ്? ഇൻഫർമേഷൻ. ഓക്കെ. വേർ ഈസ് ദിസ് പ്ലേസ്? ഓക്കെ. നമ്മൾ ചോദിക്കണം ഈ പ്ലേസ് അവിടെയാണ്. അപ്പോൾ ഡു, ഇസ്, ഹാവ്. അപ്പോൾ ഇത് ഇൻഫർമേഷനാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ക്വസ്റ്റ്യൻസ് സീക്ക് ഇൻഫർമേഷൻ അബൌട്ട് പ്ലേസ്. വെയർ ഡു യു ലീവ്? പ്ലേസ്. നമ്മൾ VH എന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വെയർ ഡു യു ലീവ്? പ്ലേസ്. ഒരു പ്ലേസ് പറയുന്നു. ആൻഡ് ടൈം. ഇനി അടുത്തത് ടൈം വെച്ച് പ്ലേസ് ചോദിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ എന്താ തുടങ്ങാം? വെയർ. പ്ലേസുകൾ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് ക്വസ്റ്റ്യൻസ് തുടങ്ങും? വെയർ. ഇനി ടൈം തുടങ്ങണമെന്നുണ്ടെങ്കിൽ വാട്ട് ടൈം ഡു യു സ്റ്റാർട്ട്? വാട്ട് ടൈം ഡു യു സ്റ്റാർട്ട് ദ വർക്ക്? ഓക്കെ. അത് ടൈം കേട്ടോ. പ്ലേസ്, ടൈം രണ്ടുമായി. ഇനി മാനർ, രീതി. ഏത് രീതി? മാനർ പറഞ്ഞ രീതി. ഹൗ ഡു യു ഗോ ടു വർക്ക്? രീതി. ഏത് രീതിയിലാണ് നീ പണിക്ക് പോണത്? ബസ്സിൽ, അല്ലെങ്കിൽ സ്കൂട്ടറിൽ, അല്ലെങ്കിൽ കാറിൽ. ഓക്കെ. ഇനി ഡുവർ. ആരാണ് നിങ്ങൾക്ക് ഡുവർ? ആരാ ചെയ്തത്? ആരാണ് നിങ്ങൾക്ക് ഈ ന്യൂസ് എന്ന്? ഹു ഗേവ് യു ദിസ് ന്യൂസ്? ഓക്കെ. ഒബ്ജക്റ്റ്. ഇനി ഒബ്ജക്റ്റ്. ഹൂ ഡിഡ് യു ടോക്ക് ടു? ഒബ്ജക്റ്റ്. ഓക്കെ. നിങ്ങൾ ആരോടാണ് വർത്തമാനം പറഞ്ഞത്? വാട്ട് ഡിഡ് യു സീ? നിങ്ങൾ അവിടെ എന്താ കണ്ട? വലിയൊരു പാമ്പിനെ കണ്ടു. ഓക്കെ. ചോയ്സ്. വിച്ച് ഷർട്ട് ഡു യു ലൈക്ക്? വിച്ച് യു ലൈക്ക്, ടീ ഓർ കോഫി? വിച്ച് ഷർട്ട് ഡു യു ലൈക്ക്? ദ ബ്ലൂ ഷർട്ട്. റീസൺ. വൈ ആർ യു ലേറ്റ്? ഇനി റീസൺ ചോദിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ലേറ്റ് ആയിരിക്കുന്നത്? ബിക്കോസ് ഐ മിസ്ഡ് ദ ബസ്. ഇനി ഡിസ്റ്റൻസ്. ഹൗ ഫാർ ഇസ് ടു ദ മാർക്കറ്റ്? എത്രയുണ്ട് ഇവിടുന്ന് മാർക്കറ്റിലേക്ക്? ഡ്യൂറേഷൻ. ഹൗ ലോങ് ഡു യു വർക്ക് എവരി ഡേ? നിങ്ങൾ എത്ര നേരം വർക്ക് ചെയ്യും, എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? ഓക്കെ. നമ്പർ. ഹൗ മെനി ബ്രദേഴ്സ് യു ഹാവ്?
ഹൗ മെനി ബ്രദേഴ്സ് യു ഹാവ്. ഹാവ് യു. ക്വാണ്ടിറ്റി, ഹൗ മച്ച് റൈസ് ഡു യു ബൈ എവറി മന്ത്. എത്ര അരി നിങ്ങൾ ഒരു മാസം വാങ്ങും എന്ന് നമ്മൾ ചോദിക്കും. ഇതൊക്കെ വാട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, വിൽ ഷാൽ നമ്മൾ എന്താണ് ഇതിലുപയോഗിച്ചു, എവിടെ, ഫ്യൂച്ചർ ടെൻസിൽ അല്ലേ. അപ്പോൾ എഗെയിൻ നമ്മളൊരു വിൽ ഷാൽ നമ്മൾ വി വിൽ മേക്ക് അനദർ അനൗൺസ്മെൻറ്റ്. വിൽ ഷാൽ വെച്ചിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ തുടങ്ങും. ഹൂ വിൽ ഹെൽപ്പ് യു ഇഫ് യു നീഡ് എ ലോട്ട് ഓഫ് മണി. ഹൂ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ ഹീ വിൽ അല്ലെങ്കിൽ രവി വിൽ ഹെൽപ്പ് മീ വെൻ ഐ നീഡ് മണി. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചോദിക്കാൻ പോണത്. ഹൂ വിൽ ഹെൽപ്പ് യു ഇഫ് യു നീഡ് എ ലോട്ട് ഓഫ് മണി എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളെന്ത് പറയണം, എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് എന്താണ്, രവി വിൽ ഹെൽപ്പ് മീ ഇഫ് ഐ നീഡ് എ ലോട്ട് ഓഫ് മണി. വിൽ യു ഗെറ്റ് മാരീഡ് നെക്സ്റ്റ് മന്ത്. എൻ്റെ കല്യാണം അടുത്ത മാസമാണോ. വാട്ട് വിൽ യു ഡു ദിസ് സൺഡേ. അപ്പോൾ വിൽ യു ഗെറ്റ് മാരീഡ് നെക്സ്റ്റ് മന്ത്. യെസ് ഐ വിൽ ഗെറ്റ് മാരീഡ് നെക്സ്റ്റ് മന്ത്. മൈ മാരേജ് ഇസ് ഓൺ 10th of next month എന്ന് നമുക്ക് ഡേറ്റ് പറയാം. വാട്ട് വിൽ യു ഡു ദിസ് സൺഡേ നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്. അപ്പോൾ ഐ വിൽ വാഷ് മൈ ക്ലോത്ത്സ് എന്ന് പറയും. കുറേ ക്ലോത്ത്സ് ഉണ്ട് വാഷ് ചെയ്യാൻ. വിൽ ഇറ്റ് റെയിൻ ദിസ് ആഫ്റ്റർനൂൺ. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് വില്ലെന്ന്, അത് ആൻസർ ചെയ്യണതും വില്ല്. യെസ് ഐ വിൽ. യെസ്, ഓക്കെ, മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. വിൽ ഇറ്റ് റെയിൻ ദിസ് ആഫ്റ്റർനൂൺ. മഴ പെയ്യോ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ റെയിൻ. ഓർ ഇറ്റ് വിൽ റെയിൻ. തുലാവർഷമാണ്, ഇറ്റ് വിൽ റെയിൻ. വേർ വിൽ യു ബി അറ്റ് 12 o'clock ടുമാറോ. നിങ്ങൾ നാളെ 12 o'clock എവിടെയായിരിക്കും. അപ്പോൾ ഐ വിൽ ബി ഇൻ ദ ഓഫീസ് എന്ന് നിങ്ങൾ പറയുന്നു. ഹൗ ഓൾഡ് വിൽ യു ബി അറ്റ് നെക്സ്റ്റ് ബർത്ത്ഡേ. നീ നെക്സ്റ്റ് ബർത്ത്ഡേ അത്ര വയസ്സാവും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഐ വിൽ ബി അറ്റ് 50. ഐ വിൽ കവർ 58th. നെക്സ്റ്റ് ഇസ് മൈ 58th ബർത്ത്ഡേ എന്നിപ്പോൾ ഞാൻ പറയും. ഐ വിൽ ബി ഓൺ മൈ 58th ബർത്ത്ഡേ നെക്സ്റ്റ് ബർത്ത്ഡേ. വിൽ ദെയർ ബി എ തേർഡ് വേൾഡ് വാർ ഉണ്ടാവുമോ. വെൻ വിൽ ദ നെക്സ്റ്റ് ജനറൽ ഇലക്ഷൻ ടേക്ക് പ്ലേസ്. നെക്സ്റ്റ് ജനറൽ ഇലക്ഷൻ എപ്പോഴാണ് ടേക്ക് പ്ലേസ് ചെയ്യുക എന്ന്. ഇറ്റ് വിൽ ടേക്ക് പ്ലേസ് 2 months ആഫ്റ്റർ. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വേണ്ട പറഞ്ഞു, എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് പ്ലേസ് ആഫ്റ്റർ 2 months. വിൽ. അപ്പോൾ വില്ല് വെച്ചിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ വിൽഷൽ നമ്മളിവിടെ എന്തൊക്കെ ഉപയോഗിച്ചു, WH വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് വാക്കുകളുടെ മീനിങ്, ഇതൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയൊരു ക്ലാസ്സിൽ കാണുന്നതിൽ വരെ നമുക്ക് ഓക്കെ ഐ എം സൈനിങ് ഓഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ ക്ലാസ് ഇതാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, യെസ്, ഐ എം സൈനിങ് ഓഫ്.